2026 ലോകകപ്പിൽ ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ബ്രസീൽ മൊറോക്കോ പോരാട്ടം 1-1 എന്ന സ്കോറിൽ സമനിലയിലാണ് കലാശിച്ചത്. മികച്ച വ്യക്തിഗത താരങ്ങളുണ്ടായിട്ടും ബ്രസീലിന് മൊറോക്കോയുടെ ചിട്ടയായ പ്രതിരോധത്തെയും വേഗതയേറിയ പ്രത്യാക്രമണങ്ങളെയും പൂർണ്ണമായി മറികടക്കാൻ സാധിച്ചുമില്ല. കളിയുടെ ആദ്യ പകുതിയിൽ ബ്രസീലിന്റെ ഏറ്റവും വലിയ പോരായ്മ അവരുടെ മധ്യനിരയായിരുന്നു. കസമിറോ, ബ്രൂണോ ഗിമറസ് എന്നിവർക്ക് കളി നിയന്ത്രിക്കാനോ മൊറോക്കോയുടെ വേഗതയേറിയ നീക്കങ്ങളെ തടയാനോ സാധിച്ചുമില്ല. മധ്യനിരയിൽ ബ്രസീൽ താരങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലും പാസിംഗിലും വലിയ വിടവുകളും അനുഭവപ്പെട്ടു. ഈ അവസരം മൊറോക്കോ കൃത്യമായി മുതലെടുത്തു. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള അയൂബ് ബൗവാദി എന്ന യുവതാരമാണ് മൊറോക്കൻ മധ്യനിരയെ നയിച്ചത്. ബ്രസീലിന്റെ പരിചയ സമ്പന്നരായ താരങ്ങളെ മറികടന്ന് പന്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബൗവാദി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന് പന്ത് ലഭിക്കുമ്പോൾ അതിവേഗം പ്രത്യാക്രമണം നടത്തുക എന്നതായിരുന്നു മൊറോക്കൻ പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രം. ഈ തന്ത്രത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു മത്സരത്തിലെ ആദ്യ ഗോൾ. ബ്രസീൽ പ്രതിരോധത്തിന്റെ അശ്രദ്ധ മുതലെടുത്ത് ബ്രാഹിം ഡിയാസ് നൽകിയ മികച്ച ഒരു ത്രൂ പാസാണ് ഗോളിന് വഴിയൊരുക്കിയത്. ബ്രസീലിയൻ ഡിഫൻഡർമാർക്കിടയിലൂടെ ഓടിക്കറിയ ഇസ്മയിൽ സൈബാരി പന്ത് സ്വീകരിക്കുകയും ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ അലിസനെ കാഴ്ചക്കാരനാക്കി കൃത്യതയോടെ പന്ത് വലയിലെത്തിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ ഡിഫൻസീവ് ലൈൻ എത്രത്തോളം ദുർബലമാണെന്ന് ഈ ഗോൾ കാണിച്ചു തരികയും ചെയ്തു. മൈതാനത്തിൽ ബ്രസീൽ താളം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ ബ്രസീലിന്റെ ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിച്ചത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു. ദേശീയ ടീമിനായി കളിക്കുമ്പോൾ മികച്ച ഫോം പുറത്തെടുക്കുന്നില്ല എന്ന വലിയ വിമർശനം നേരിട്ടിരുന്ന താരത്തിന് ഈ ഗോൾ നിർണായകമായി. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ ഇറുകിയ ഒരു ആംഗിളിൽ നിന്നാണ് വിനീഷ്യസ് പന്ത് വലയിലെത്തിച്ചത്. മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോനോക്ക് ഒരു അവസരം പോലും നൽകാതെയുള്ള ആ ഫിനിഷിംഗ് ബ്രസീലിന് നൽകിയ മാനസികമായ മുൻതൂക്കം ചെറുതൊന്നുമായിരുന്നില്ല. പന്തടക്കത്തിൽ പിന്നിലായിരുന്നിട്ടും ഒരു മികച്ച വ്യക്തിഗത പ്രകടനത്തിലൂടെ കളിയിലേക്ക് തിരികെ വരാൻ ബ്രസീലിന് ആ ഗോൾ സഹായമാവുകയും ചെയ്തു.